റഷ്യൻ സൈന്യം സിറിയ വിടരുത് എന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സിറിയൻ ഭരണം അട്ടിമറിയിലൂടെ പിടിച്ചെടുത്ത വിമത സംഘമാണ്. സിറിയൻ പ്രദേശത്ത് കടന്നു കയറി അധിനിവേശം നടത്തിയ ഇസ്രയേൽ അപ്രതീക്ഷിതമായി നടത്തിയ ആക്രമണത്തിൽ വൻ നാശനഷ്ടമാണ് സിറിയയിൽ ഉണ്ടായിരിക്കുന്നത്. റഷ്യൻ സൈനിക താവളങ്ങൾ ഒഴികെയുള്ള മിക്ക പ്രദേശങ്ങളിലും ആക്രമണം നടത്തിയ ഇസ്രയേൽ വ്യോമസേന 2 ദിവസത്തിൽ മാത്രം നടത്തിയിരിക്കുന്നത് 480 ആക്രമണങ്ങളാണ്. ഇപ്പോഴും അവർ ആ ആക്രമണം തുടരുകയാണ്. പ്രസിഡന്റ് ബാഷർ അൽ അസാദ് സിറിയ വിട്ട ശേഷമായിരുന്നു ഇസ്രയേൽ തന്നി സ്വഭാവം പുറത്തു കാണിച്ചിരിക്കുന്നത്. അസദ് ഭരണത്തെ അട്ടിമറിക്കാൻ വിമതർക്ക് പണവും ആയുധവും മാർഗനിർദ്ദേശവും നൽകിയിരുന്നുവെന്ന് അമേരിക്ക, ഇസ്രയേൽ, തുർക്കി എന്നീ രാജ്യങ്ങളാണ്. ഇക്കാര്യത്തിൽ മൊസാദും CIA-യും വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. വിമാനവേദ ആയുധങ്ങൾ, മിസൈൽ ഡിപ്പോകൾ, വ്യോമതാവളങ്ങൾ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെ സിറിയൻ സൈന്യത്തിന്റെ എല്ലാ മേഖലയും ഇസ്രയേൽ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു. ഡമാസ്കസ്, ഹോംസ്, ലദാക്കിയ തുടങ്ങിയ നഗരങ്ങളിലും കനത്ത ആക്രമണമാണ് നടന്നിരിക്കുന്നത്. സുരക്ഷയ്ക്കാണ് സിറിയയുടെ ആയുധശേഖരവും കപ്പലുകളും തകർത്തത് എന്നാണ് ഇസ്രയേലിന്റെ അവകാശം. ഇസ്രയേൽ നാവികസേന നടത്തിയ ആക്രമണത്തിൽ സിറിയൻ നാവികസേനയുടെ 15 കപ്പലുകൾ തകർന്നിട്ടുണ്ട്. ഇസ്രയേൽ ഡമാസ്കസിലടക്കം ആക്രമണം നടത്തി. സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം. സിറിയയുടെ ആയുധശേഷിയുടെ 90% തകർത്തതായിട്ടാണ് ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് ഏതു നിമിഷവും ഇസ്രയേൽ സൈന്യം നീങ്ങുമെന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളതും. ഇതോടെയാണ് ഇസ്രയേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ നിലവിലെ സിറിയൻ ഭരണകൂടവും നിർബന്ധിതരായിരിക്കുന്നത്. സിറിയൻ വിമതസേനയായ HTS തലവൻ അബു മുഹമ്മദ് അൽ ജുനാനി സിറിയയിൽ ഇനി വ്യോമാക്രമണം നടത്താൻ ഇസ്രയേലിന് ന്യായീകരണങ്ങളൊന്നുമില്ല എന്നാണ് തുറന്നടിച്ചിരിക്കുന്നത്. റഷ്യൻ സൈന്യം സിറിയ വിടുന്ന നിമിഷം സിറിയയിലെ ഭരണം ഇസ്രയേൽ പിടിക്കുമെന്ന മുന്നറിയിപ്പും വിമത സർക്കാരിന് അവരെ പിന്തുണയ്ക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതുകൂടി പരിഗണിച്ചാണ് റഷ്യൻ സൈന്യം തുടരണമെന്ന ആവശ്യം വിമതസേന മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സിറിയയിൽ നിന്നും പലായനം ചെയ്ത പ്രസിഡന്റ് അസദിന് അഭയം നൽകിയ റഷ്യയോട് പകയോടുള്ള ഒരു പെരുമാറ്റം ഇതുവരെ വിമതസേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയം തന്നെ. വിമതസേന റഷ്യൻ സൈനിക താവളങ്ങൾ ഉൾപ്പെടുന്ന മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോഴും റഷ്യൻ സൈനിക താവളത്തിന് സമീപം പോകാൻ പോലും തയ്യാറായിരുന്നില്ല. ഇക്കാര്യത്തിൽ കർക്കശ നിർദ്ദേശം വിമതസേന തലപ്പത്ത് നിന്നും തന്നെ അണികൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ആസദിനെ സംരക്ഷിച്ചു നിർത്താൻ സൈനികമായി റഷ്യ ശ്രമിക്കാതിരുന്നത് തന്നെ സിറിയയിലെ ജനവികാരം തിരിച്ചറിഞ്ഞതോടെയാണ്. ഇക്കാര്യം ഏറ്റവും നന്നായി അറിയാവുന്നതും വിമതസേനയ്ക്ക് തന്നെയാണ്. അതല്ലായിരുന്നുവെങ്കിൽ അവർക്ക് സിറിയൻ ഭരണം പിടിക്കാൻ കഴിയുമായിരുന്നില്ല. 60,000 സൈനികർ ഇപ്പോഴും സിറിയയിലെ റഷ്യൻ താവളത്തിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു. കൂടാതെ മേഖലയിൽ റഷ്യ ആണവ കപ്പൽ ഉൾപ്പെടെ തമ്പടിച്ചിട്ടുണ്ട്. ഇതിന്റെ പരിസരത്ത് പോലും പോകാതെയാണ് ഇസ്രയേൽ സൈന്യം സിറിയൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നത്. ഇസ്രയേൽ എന്ന പൊതു ശത്രുവിന്റെ ഭീഷണിയെ ചെറുക്കാൻ റഷ്യയുമായും ഇറാനുമായും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന ആവശ്യമാണ് ഇസ്ലാമിക അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഗാസയിലും ലബനനിലും സിറിയയിലും ആക്രമണം നടത്തിയ ഇസ്രയേൽ മറ്റ് ഇസ്ലാമിക അറബ് രാജ്യങ്ങളെയും സമീപ ഭാവിയിൽ തന്നെ ലക്ഷ്യമിടുമെന്ന ഭയം അവർക്കുണ്ട്. ഇസ്രയേൽ അമേരിക്കൻ സഖ്യകക്ഷിയായതിനാൽ ഇക്കാര്യത്തിൽ അമേരിക്കയെ വിശ്വാസത്തിലെടുക്കുവാനും ഇസ്ലാമിക രാജ്യങ്ങൾക്ക് താല്പര്യമില്ല. ഇവിടെയാണ് റഷ്യ എന്ന രാജ്യം പ്രസക്തമാവുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ കൂടി വിജയിച്ചു വരുന്നതോടെ റഷ്യ വേറെ ലെവലിൽ എത്തും. ഇസ്ലാമിക അറബ് രാജ്യങ്ങളും കരുതി വരുന്നത് അതുതന്നെയാണ്. ഇപ്പോൾ തന്നെ ഇറാൻ, UAE ഉൾപ്പെടെ റഷ്യയുമായി വളരെ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. ബ്രിക്സിൽ അംഗമാകാൻ താല്പര്യപ്പെട്ട് നാറ്റോ സഖ്യരാജ്യമായ തുർക്കിയും രംഗത്തുണ്ട്. റഷ്യയുടെ കവചമുണ്ടെങ്കിൽ തീർച്ചയായും സിറിയയ്ക്ക് എളുപ്പത്തിൽ ഇസ്രയേലിന്റെ ഭീഷണിയെ അതിജീവിക്കാൻ കഴിയും. ഇപ്പോൾ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ച സിറിയയിലെ റഷ്യൻ താവളങ്ങളിൽ തുടരുന്ന സൈനികർക്ക് റഷ്യയിൽ നിന്നും സിറിയയ്ക്ക് സംരക്ഷണം നൽകാൻ ഉത്തരവ് ലഭിച്ചാൽ പിന്നെ സിറിയയിലെ പിടിച്ചെടുത്ത ഭൂമിയും തിരികെ നൽകി ഇസ്രയേൽ സൈന്യത്തിന് പിന്തിരിയേണ്ടി വരും. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സമ്മർദ്ദം ശക്തമായതോടെയാണ് സിറിയയിലെ പുതിയ ഭരണകൂടവും നിലപാട് മാറ്റി തുടങ്ങിയത്. റഷ്യയെയും ഇറാനെയും പ്രതിരോധത്തിലാക്കാൻ സിറിയയിൽ പുതിയ പോർമുഖം തുറക്കാൻ ഇടപെട്ട പാശ്ചാത്യ ശക്തികൾക്ക് പുതിയ സംഭവ വികാസങ്ങൾ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റഷ്യയുമായി പുതിയ കരാറിൽ സിറിയൻ ഭരണകൂടം എത്തിയാൽ സിറിയയിൽ നിന്നും ഇസ്രയേൽ കൈവശപ്പെടുത്തിയ സ്ഥലങ്ങളിൽ നിന്നും ഇസ്രയേൽ സൈന്യത്തെ തുരത്താൻ സാക്ഷാൽ റഷ്യൻ സൈന്യം തന്നെയാണ് രംഗത്തിറങ്ങുക. അതാവട്ടെ വ്യക്തമായി വരികയുമാണ്.